$3750 അല്ല. ഇന്റു ഞാൻ വിളിച്ചിട്ട് വന്നോ? ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്ക് ചക്കര ഉമ്മ തരാമെങ്കിൽ പാപ്പം തരാം. തരാമോ? മാമിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ രാമ. അങ്ങനെയല്ലല്ലോ, കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്ക. അയ്യോ തന്നില്ല, കുഞ്ഞാനിമോക്ക് തരാം കേട്ടോ. കുഞ്ഞോയ്ക്കില്ലേ കേട്ടോ. എനിക്കേ ഉള്ളു പാപ്പ. എനിക്കും കിട്ടി. ഹായ്. കപ്പലിന്റെ മുട്ടായാണ്. ഞാൻ എങ്ങോട്ടോ നോക്കി എടുത്തു. മമ്മിയുടെ പകുതിയായിരുന്നു. ഇതുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുക്കുമണി. എല്ലാവരുടെ സ്വന്തം മാമി. കുഞ്ഞോൻ, നമ്മുടെ കുഞ്ഞോൻ, നമ്മുടെ അമ്മക്കിളി, പിന്നെ ഇടി എടുക്കുന്ന ഞാൻ. എന്ത് താങ്ക് യു. പിന്നെ ആരാണോ എന്തോ. ഈ വർഷം മൊത്തം കൊണ്ടുപോകാനുള്ള സാധനങ്ങളാ കേട്ടോ. ബുക്ക് വേണേ പിന്നെ വേറെ മേടിക്കാം. കുഞ്ഞോയ്ക്ക് വേണോ? അടുത്ത വർഷം നമുക്ക് ബുക്ക് മേടിക്കണം കേട്ടോ. അല്ല, ബുക്കല്ല, സ്ലേറ്റ് മേടിക്കണം. ആ 4 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്, മാത്സിന്റെ ഉണ്ട്. വേണ്ട, ജാനിക്കുട്ടിയുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ്. മാമി താരാ, നിക്ക്. ഇഷ്ടപ്പെട്ടോ നോക്കിക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്രസന്നേന്റിക്ക് താങ്ക്സ് പറ. ഇഷ്ടപ്പെട്ടു പ്രസന്നേന്റിക്ക് താങ്ക്സ്. ചക്കരയുമ്മ കൊടുത്തേര്. ഉമ്മ 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 ഉമ്മ. പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഇംഗ്ലീഷിന്റെ. പെൻസില്, ഒരിടത്ത് റബ്ബർ, എല്ലാം ചായയും എന്തുവാ ചക്കര ഉമ്മയായി. ബാക്കി ഞാനുണ്ട്. ബാഗും മേടിച്ച് ബുക്കും പോയി ഞങ്ങൾ സ്കൂളിൽ പോയാൽ മതി. കുപ്പി എന്നിട്ട് സ്നാക്സ് ബോക്സ്
സ്നാക്സ് ബോക്സിലൊക്കെ വലിയ അവധിയായി സ്നാക്സ് ബോക്സ്. ടാറ്റ പറഞ്ഞേ. ഞങ്ങൾക്കല്ല മാമിക്ക്. മാമിക്ക് ടാറ്റ പറ. ഒരു ഫ്ലൈങ് കിസ് കൂടെ. ഒരു ഫ്ലൈങ് കിസ് കൂടെ താ കുഞ്ഞോ. മോനെ മാമിയെ മേലോട്ട് കൊണ്ടുവിടും. ഓ വേണ്ട വേണ്ട വേണ്ട, മഴയാക്കളെ. മഴ മഴ മഴ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്നോ? വരുന്നെങ്കിൽ വാ, ഞാൻ പോവാം. മഴ വരുന്നു. വാ, അത് മേടിച്ചോണ്ടു. മഴ വീണ് ഇനി വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നനഞ്ഞു. എന്നിട്ട് ഉഷ്ണത്തിന് കുറവൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഓരോന്ന് അങ്ങോട്ട് കൊണ്ടുപോയതിന്റെ പാത്രങ്ങളാണ്. പിന്നെ ഇത് ചക്ക വേവിച്ചത്, ഇത് പഴം അജയണം തന്നു വിട്ടതാ കേട്ടോ. ചക്കക്കുരു മെഴുക്കുവരട്ടി, ഇത് അരിപ്പൊടി, ഇത് ജാനിക്കുട്ടിക്ക് കൊടുത്ത അതേ സാധനങ്ങൾ മോനിക്കുട്ടിന് വേണ്ടിയിട്ട് പ്രസംഗിച്ച് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ കുളിച്ച് ജനിച്ചിട്ടൊക്കെ വന്നിട്ട് എടുക്കാം. ഞാൻ കുളിക്കുന്നേക്കുന്നു, മോനിക്കുട്ടൻ കുളിക്കുന്നു. അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കഥ അടച്ചിട്ടണം, ഭയങ്കര ശബ്ദം. അടഞ്ഞ് ഭയങ്കര ശബ്ദം. അപ്പം നാളെ മെയ് 18 ഞായറാഴ്ച മാമി അബുദാബിക്ക് പോവാണ്. അപ്പം ബേബി കെയർ ആണ്. ട്വിൻസ് ആണ്, 2 കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞോടെ പ്രായമൊക്കെ ഉണ്ട്. മലയാളികളാണ്. അപ്പം ദൈവം അനുവദിച്ചാൽ ജോലി ചെയ്ത് കുറെ ബാധ്യതകളൊക്കെ ഒഴിവാക്കി സമാധാനത്തെ ഇരിക്കാം എന്നാണ് പ്രതീക്ഷയോടാണ് മാമി പോകുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കടവും ഇടവും പിന്നെ അലച്ചിലും കഷ്ടപ്പാടും ഇതെല്ലാം കൂടി എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിക്കുന്നതാണ് എന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. പിന്നെ വേറെന്താണ്, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നലെ ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഒരു ആള്, നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മക്കളുടെ പേര് ആദിലക്ഷ്മിയും അനന്തലക്ഷ്മിയും ആണ് കേട്ടോ. അമ്മയുടെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. അപ്പൊ അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അടുക്ക വന്ന് അവർക്ക് 2 മക്കൾക്ക് ഇഷ്ടമാണ് എന്നെ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി. പിന്നെ ഇന്ന് നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുകയും വന്ന് കാണുകയും മിണ്ടുകയൊക്കെ ചെയ്ത് 2 പേരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരോടും സ്നേഹം സന്തോഷം, എല്ലാവരോടും സ്നേഹം സന്തോഷം കേട്ടോ. ഒരാളോടും ഒരു വേർതിരിവോ ദേഷ്യമോ അങ്ങനെയുള്ള അകൽച്ചയോ ഒന്നുമില്ല. പിന്നെ അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുമോ അതേപോലെ നമുക്ക് പെരുമാറുന്നതേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹമാണ് കേട്ടോ. കുളിച്ചു, ഇനി തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടോ. ഒരു സാധനം ഉണ്ടായിരുന്നു, പോയിട്ട് വാ. അതൊന്നും ഇപ്പൊ നോക്കണ്ട. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ കുളിച്ച് വെച്ചിപ്പോ വരാം കേട്ടോ. ചേപ്പൊക്കെ കഴിഞ്ഞു. അപ്പോ നമ്മുടെ അടൂരുള്ള പ്രസന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷയില്ലാതിരുന്ന സമയത്ത് ചേച്ചി എന്റെ മുന്നിൽ വന്ന് പെട്ട് കേട്ടോ. ഞെട്ടിപ്പോയി ഞാൻ ചേച്ചിയെ കണ്ടപ്പോ. അപ്പൊ ഒരു രൂപവും ഇല്ലാതിരുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ അങ്ങോട്ട് വന്നത്. അപ്പൊ ചേച്ചി വന്നപ്പോ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ആരോ ഫോൺ വിളിക്കുന്നു. നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ ഒരു കോള് വന്നു. ഞാൻ എന്റെ പുറകെ പോയത് കൊണ്ടാട്ടോ. അപ്പം പ്രസന്ന ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കുമായിട്ടുള്ള സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. സ്കൂള് തുറപ്പല്ലേ. അപ്പോൾ
ആദ്യം കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷവും ചേച്ചി ഇത് ഇങ്ങനെ ഒരു സാധനം നമുക്ക് റെഡിയാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. മോനിക്കുട്ടന്റെ ഫോട്ടോ വെച്ച നെയിം സ്ലിപ്പ് കേട്ടോ. അതുപോലെ തന്നെ ജാനിക്കുട്ടിയുടെയും ഫോട്ടോ വെച്ച് നെയിം സ്ലിപ്പ് ഉണ്ട്. പിന്നെ സ്കെയില്, ഇറേസറൊക്കെ ജാനിക്കുട്ടിക്ക് ഞാൻ കൊടുത്തു കേട്ടത്. ഇറേസർ ഉണ്ട്. പിന്നെ പെൻസിൽ, ബുക്ക് പൊതിയാനുള്ള ബ്രൗൺ പേപ്പർ, പിന്നെ ബുക്കുകൾ 4 ലൈനും 2 ലൈനും മാത്സിന്റെ നോട്ട് ബുക്ക്. 4 ലൈൻ ഉണ്ട്, 2 ലൈൻ ഉണ്ട്, മാത്സിന്റെ നോട്ട് ബുക്ക് ഉണ്ട്, എല്ലാം 1 ലൈൻ ഉണ്ട്, എല്ലാ ബുക്കുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാമായിട്ടാണ് ഇനി ചേച്ചി വന്നത്. സ്കൂള് തുറക്കുന്നത് പ്രമാണിച്ച് അവർക്ക് 2 പേർക്കുമായിട്ട് ആദ്യം കിട്ടിയ സമ്മാനമാണ്. അപ്പൊ ഈ വർഷം എല്ലാവരും ദൈവാനുഗ്രഹം അവരുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രസന്ന എനിക്ക് താങ്ക്സ് പറഞ്ഞ് ചക്കരയും കൊടുത്തു. അപ്പം വേറെ എന്താണ്, ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. ഞാൻ സ്കൂൾ തുറക്കാറാകുമ്പോൾ നമുക്ക് പലവിധ കാര്യങ്ങളല്ലേ. അതിന്റെ കൂടെ മുത്തിന്റെ എക്സാം ഒക്കെ അടുത്ത് വരുവാണ്. അതിന്റെ കുറച്ച് എക്സാം ഫീസും ഒക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പം എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്താണ് ചേച്ചി ഇതൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ബാഗൊക്കെ മോനിക്കുട്ടിന് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഏറെക്കുറെ മോനിക്കുട്ടന് അടുത്ത സ്കൂൾ വർഷത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ പ്രസന്ന ചേച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ചേച്ചിക്ക് അതൊന്നും ആവശ്യമില്ല, ചേച്ചിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും പറയുന്നേ. എന്നാലും നമ്മളത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരു ഇതല്ലേ. ഇതൊക്കെയാണ്. പിന്നെ ഒന്നും എടുത്തേക്കരുത്, ഒന്നും എടുത്തേക്കരുത്. പുതിയ വർഷത്തിലേക്ക്, പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചക്കര മുത്തുമണി കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുത്തിന്റെ റിസൾട്ടൊക്കെ വന്നിങ്ങനെ ആ ഒരു റിസൾട്ട് വരുന്ന ദിവസം ഞാനിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനിലിരിക്കും മുത്തിന്റെ റിസൾട്ട് വരുന്നതിനാണ് കേട്ടോ. അവന് യാതൊരു കൂസലും ഇല്ല. ഞാൻ പറഞ്ഞ ഉടനെ അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എന്നോട് ചോദിക്കുവോ. ഞാൻ പറഞ്ഞു ഞാനല്ല പരീക്ഷ എഴുതി, എനിക്ക് നിന്റെ കാര്യം ഓർത്താ ടെൻഷൻ. ഒട്ടും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒട്ടും ടെൻഷൻ ഇല്ലാത്ത ഒരു കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണും. എല്ലാവർക്കും ഉണ്ട് ടെൻഷൻ, ചെറുതായിട്ടെങ്കിലും എന്റെ റിസൾട്ട് എന്തായിരിക്കും, ഇത് അതുമില്ല. അപ്പം ഈ പ്രാവശ്യം ഞാൻ ആ ദിവസം വന്നപ്പോ ഇങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷം ഞാനിത് ഈ സമയത്തിരുന്ന് ആദ്യം പിടിക്കുകയായിരുന്നല്ലോ കേട്ടോ. അപ്പോ അങ്ങനെ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ വിജയിച്ച് അടുത്ത തലത്തിലേക്ക് കയറിയ നമ്മുടെ ചക്കര മുത്തുമണി കുഞ്ഞാവുകൾക്കും അടുത്ത അധ്യയന വർഷം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. പിന്നെ ബുക്കും പുസ്തകങ്ങളും ബാഗും ചേച്ചി ഇതേനെക്കട്ടെ അങ്ങോട്ടൊന്ന് വരാവുന്നവർക്കായിരുന്നു. തിരക്കോ ജോലി തിരക്കോ ഉണ്ടോ? എനിക്ക് ചോറൊക്കെ ശരിയാക്കട്ടെ. നമുക്കേ മീനൊക്കെ വറുത്ത് ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കാം. ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് സൂചിച്ച് വിളിച്ചത്. മീൻ വറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വേറെ പല പണികൾക്ക് പോയത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൊന്നും ഒരു കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കേട്ടോ. നമുക്ക് ചോറുള്ള ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ ബാഗും പുസ്തകവും ഒന്നും മേടിക്കാൻ നിവർത്തിയില്ലാത്ത ഒരുപാട് വീടുകളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അവരെയൊക്കെ ഉള്ളവർ കൊടുത്തൊക്കെ സഹായിക്കണം കേട്ടോ. ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് ഒരു ബുക്ക് മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ബുക്കും കൂടെ കൂടുതൽ മേടിച്ചാൽ ആർക്കെങ്കിലും ഒരു കുഞ്ഞിന് ഒരു ബുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെയൊക്കെ കേട്ടോ. എല്ലാം ഒന്നിച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ പറഞ്ഞേ ഉള്ളൂ.
അപ്പം നിങ്ങൾക്ക് കൊടുത്തുകൂടായെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും, അതിനുള്ള സാഹചര്യം വന്നാൽ ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. ഞാൻ നാളെ രാവിലെ പള്ളിയിൽ പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ കിടക്കുകയാണ്. മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകും, മഴയാണെന്നുണ്ടെങ്കിൽ നനയാൻ വയ്യ. മോനിക്കുട്ടൻ നാളെ സൺഡേ സ്കൂളില്ല. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജാനിക്കുട്ടിലോട്ട് പോകും. കാരണം മാമി രാവിലെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മാമി ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് മാമിയുടെ ഒക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. ഇവിടെ വന്ന് നമ്മൾ റെഡിയായി നേരെ സൂചിച്ചിട്ട് അടുക്കലോട്ട് പോകും. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇനിയും എന്തെങ്കിലും മാറ്റം വരുമോന്ന് നാളെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ചോറുണ്ണാം. മോനിക്കുട്ടോ ബാ ചോറുണ്ണാം. അയ്യോ ചക്ക വേണോ? മഴയാണ് എൻ്റെ പ്രിയങ്ങളെ. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഞാൻ കിടന്നു കഴിഞ്ഞപ്പം ഈ ഷീറ്റിന് മണ്ടൊക്കെ ഏതാണ്ട് ഭയങ്കര ശബ്ദം. ഞാൻ ചാടി എഴുന്നേറ്റ് വേണ്ടി പേടിയായി പോയി. ഞാൻ പറഞ്ഞില്ല, എന്റെ മനസ്സിൽ ഭയങ്കര പേടിയാണിപ്പം. ആരാണ്ട് വീട് തല്ലി തകർക്കുവാണ് എന്നുള്ള രീതിയിലായിപ്പോയി. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. ആ പിന്നെ ഇവിടെ വന്ന് ഇവിടെ എല്ലാം നോക്കി ഇങ്ങനെ നിന്നിട്ട് കഥയൊന്നും തുറന്നില്ല. നമ്മുടെ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെയും പോയി കിടന്നു. ചക്ക കുരുമെഴുക്ക് പുരട്ടി. വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ഡ്രൈ ആക്കായിരുന്നു, പക്ഷെ ആക്കിയില്ല. സമയമില്ല, വിശക്കുന്നു എൻ്റെ പ്രിയങ്ങളെ. വെള്ളരിക്ക പുളിശ്ശേരി. ഇനി ഒരു മീൻ വറുത്തത്. മോനിക്കുട്ടനും കൂടി ഇച്ചിരി കൊടുക്കാം. ഇച്ചിരി ചക്ക വേവിച്ചത്. ഇത് അമ്മ തന്നതാ കേട്ടോ. ഇമ്മിണി എരി വേണമല്ലോ, അതിന് ഇച്ചിരി മാങ്ങാച്ചാറും എടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി. കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങളോടൊക്കെ സ്നേഹം, എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് സന്തോഷം, പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാട്ടോ. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.